ഹലോ ഗൈസ്, വെൽക്കം ടു കുക്കിംഗ് ഡയറീസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു മട്ടൻ കപ്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ കൂടെ കാണിച്ചിട്ടുള്ളൊരു മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് കാണിക്കുന്നത് ആ ഒരു മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ റോസ്റ്റാണ്. ഈ ഒരു മട്ടൻ റോസ്റ്റ് നമുക്ക് നെയ്ച്ചോറ്, കപ്സ, പത്തിരി, ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മട്ടൺ റോസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് സമയം കളയാണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടനൊക്കെ ഇവിടെ കേകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മട്ടനാണ് കേട്ടോ. കുറച്ചൊക്കെ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ്. കുറച്ചൊക്കെ എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാകുമ്പോഴാണ് മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ മുഴുവനായിട്ട് കുക്കറിലേക്ക് ചേർത്താൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്താൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. മട്ടൻ വെന്ത് വരാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് മട്ടൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം 3 വിസിലിന് തന്നെ മട്ടൻ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 3 വിസിലടിച്ച് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് പ്രഷറൊക്കെ താനെ പോകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നൈസായിട്ട് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മസാലയ്ക്കും കൂടെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില 3 ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. വലിയൊരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ മട്ടന് 3 വിസിലിന് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മസാലയൊക്കെ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് മട്ടനൊന്ന് നോക്കുക.
ഒരു കഷ്ണം എടുത്തിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ ഈ ഞാനെടുത്ത മട്ടന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാലയും മട്ടനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ എരിവ് നോക്കിയിട്ട് മട്ടൻ എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മസാലയും പൊടികളും മല്ലിച്ചപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.